നമസ്കാരം. ടി ജി ഹരിദാസ് ആർ എസ് എസ്സുകാരനല്ല എന്ന് ആർ എസ് എസിൻ്റെ ഏത് ദക്ഷിണ മേഖല കോപ്പനല്ല അങ്ങനെ വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്നാണല്ലോ. ദക്ഷിണ മേഖല കാര്യാലയത്തിൽ ഏതോ ഒരാൾ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഒരു ശ്രീകുമാറോ മറ്റോ. വേറെ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, നീ ആരടാ ഈ ശ്രീകുമാറിനോട്, കാര്യാലയത്തിൻ്റെ ആളോട് നീ ആരടാ, ഞങ്ങൾക്ക് ടി ജി മോഹൻദാസാണ് വലുത്, ടി ജി മോഹൻദാസാണ് യഥാർത്ഥ അറസ്റ്റുകാരൻ, കടിപിടി നടക്കുന്നുണ്ട് അവിടെ, അതതിൻ്റെ വഴിക്ക് നടക്കട്ടെ. ഇവിടെ ഈ സംഭവം ഉണ്ടായതിന് ശേഷം സമരം ചെയ്യുന്ന കുട്ടികളെ കൊല്ലണം, വെടിവെച്ച് കൊല്ലണം, ശവമൊക്കെ കൊണ്ട് എന്തൊക്കെ പറഞ്ഞല്ലോ. പിന്നെ പെണ്ണുങ്ങളെ, ഭാരതത്തിലെ പെണ്ണുങ്ങൾ മുഴുവൻ ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവർ എന്ന് ഇവർ തന്നെയാണ് പറഞ്ഞത്. സ്ത്രീകൾ തൻ ഭാവശുദ്ധി എന്നിത്യാദി കാര്യങ്ങൾ ഇവർ തന്നെയാണ്. ഭാരതാംബ എന്ന് ഇവരാണല്ലോ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ തന്നെയാണ് പറയുന്നത് ഭാരതത്തിലെ സ്ത്രീകളൊക്കെ ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണെന്ന്. അയാൾക്ക് എന്താ സംഭവിച്ചതെന്നറിയില്ല. അതെന്തോവട്ടെ. ഇപ്പോൾ ടി ജി മോഹൻദാസിനെ ചവിട്ടിക്കുടഞ്ഞിരിക്കുകയാണ് ആർ എസ് എസ്. ഡൽഹി സമരത്തെ വെടിവെച്ച് ഒതുക്കണമെന്ന്, അതുപോലെ സ്ത്രീകൾ ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണെന്നൊക്കെയുള്ള അധിക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയ കാര്യമൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അതിൻ്റെ പേരിൽ ടി ജി മോഹൻദാസിനെ ഇപ്പോൾ ആർ എസ് എസ് തള്ളി പറഞ്ഞിരിക്കുകയാണ്. ടി ജിയെ ഞങ്ങൾക്കറിയില്ല, ടി ജിയെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, അയാൾ ഞങ്ങളിൽ ഒരുവനല്ല എന്ന് വ്യക്തമാക്കാൻ വേണ്ടി ഇപ്പോൾ ആർ എസ് എസ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അയാൾക്ക് യാതൊരുവിധ സ്ഥാനവുമില്ല എന്ന് ആർ എസ് എസ് ദക്ഷിണ കേരളം പ്രാന്ത സഹകാര്യവാഹ്, ആർ എസ് എസിൻ്റെ ദക്ഷിണ ഭാഗത്തുള്ള കാര്യാലയത്തിൻ്റെ പ്രാന്തം എന്നോ മറ്റോ പറയുക, അതിൻ്റെ കാര്യവാഹല്ല, സഹകാര്യവാഹ് കെ ബി ശ്രീകുമാറാണ് ഈ പ്രസ്താവന ഇറക്കിയിട്ടുള്ളത്. വെടിവെപ്പ്, ബലാത്സംഗം എന്നീ കാര്യങ്ങൾ വിവാദമായതോടെയാണ് ഈ ഒരു തള്ളിപ്പറയൽ തന്ത്രം ഇപ്പോൾ ഒരു പയറ്റുന്നത്. ഇത് അവരുടെ സ്ഥിരം പരിപാടിയാണ്, ഇന്നൊന്നിനും തുടങ്ങിയതല്ല. കാലങ്ങളേറെയായിട്ട് ഈ ആർ എസ് എസ് സൈദ്ധാന്തികൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരാളാണ് ഈ ടി ജി മോഹൻദാസ്. അഭിമാനപൂർവം അദ്ദേഹം മറ്റേ ടി വിയിൽ ചാനലിലേക്ക് വന്നു കഴിഞ്ഞാൽ ആർ എസ് കാർക്കൊരു പ്രത്യേക ഉണർവാണ്. കാരണം അദ്ദേഹത്തെ വർത്തമാനം കൊണ്ട് ആർക്കും ജയിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രസ്ഥാനങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇന്ന് ടി വി ചാനലിൽ നമ്മുടെ ടി ജി ഏട്ടൻ കാലക്കി എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ആർ എസ് എസിൻ്റെ സഹയാത്രികരാണെന്ന് പറഞ്ഞിട്ടാണ് പരിചയപ്പെടുന്നത് ഈ ടി വി ചാനലുകൾ പരിചയപ്പെടുന്നത്. ചാനലുകൾ അങ്ങനെയാണ്, അല്ലാതെ നിഷ്പക്ഷരെന്ന് പറഞ്ഞിട്ടല്ല. എത്ര പ്രാവശ്യം മറ്റുള്ള അപ്പുറത്തിരിക്കുന്ന ആളുകൾ പറയും, നിങ്ങളെന്താണ് ഈ സഹയാത്രികർ എന്ന് പറയുന്നത്, നിങ്ങളെന്താണ് നിരീക്ഷകരെന്ന് പറയുന്നത്, നിങ്ങളെന്താ ആർ എസ്സുകാരെന്ന് പറയാത്ത. ഈ സമയത്ത് അങ്ങനെ പറയും, ഞാൻ ആർ എസ്സുകാരൻ തന്നെയാണ്, ഞാൻ 100 വട്ടം ആർ എസ്സുകാരനാണ്, ഞാൻ ശാഖയിൽ പോകുന്ന ആർ എസ്സുകാരനാണ്, അത് നിൻ്റെ ചെലവിലൊന്നും അല്ലല്ലോ. എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് ഞാനും കേട്ടിട്ടുണ്ട്, നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും ആ കാര്യങ്ങൾ. ചാനലുകളിൽ ആർ എസ് എസിൻ്റെ നിലപാടുകളെ കീർത്തിച്ച് ന്യായീകരിച്ചുമാണ് ഇത്ര നാളും അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. ഇത്ര നാളും തലയിലേറ്റി കൊണ്ടാടി നടന്നിട്ട് ഇപ്പോൾ ഇതാ പുതുക്കോന്ന് പറഞ്ഞ് താഴ്ത്തിക്ക് തട്ടിയിട്ടിരിക്കുകയാണ്. ഇദ്ദേഹം ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ ഒരു തലപ്പത്തുണ്ടായിരുന്ന ഒരാളായിരുന്നു. അതും സംഘപരിവാർ തന്നെയാണ്. ആർ എസ് എസിൻ്റെ സംഘപരിവാർ സംഘടനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ എസ് എസ്, ഞാൻ ഇന്ന് എൻ്റെ ഒരു സുഹൃത്തിനോടൊരു ചോദ്യം ചോദിച്ചു. അങ്ങനെ ഇതിനിടയ്ക്ക് താല്പര്യമുള്ള ഒരാളാണ്, ബി ജെ പിയുടെയും താല്പര്യമുള്ള ഒരാളാണ്, ഒരു ഹൈന്ദവ മെൻറ്റാലിറ്റിയുള്ള ഒരാളാണ്. ചോദിച്ചു ആർ എസ് എസ് എന്തോ, അദ്ദേഹം പറഞ്ഞ പോലെ ഏത് ആർ എസ് എസ്? ആർ എസ് എസ് രാഷ്ട്രീയ സ്വയം സംഘം അങ്ങനെയൊന്നും ഇന്ത്യയിലുണ്ടോ? ഉണ്ടല്ലോ. അതെവിടെ? നാഗപ്പൂർ. അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ എത്രയാണ്? സുഹൃത്തെ, ഇന്ത്യയിൽ അങ്ങനൊരു സംഘമില്ല, ഇന്ത്യയിൽ അങ്ങനൊരു വർഗമില്ല. കുറേ ആൾക്കാർ ആലിൻ്റെ ചുവട്ടിലൊക്കെ ഇരുന്നിട്ട് വൈകുന്നേര സമയത്ത് വെടിവട്ടം പറയുമല്ലോ, നാട്ടിലൊക്കെ പണ്ട് കണ്ടിട്ടില്ലേ? അതുപോലെ കുറേ ആൾക്കാർ കൂടിയിരിക്കുന്നു എന്നല്ലാതെ അതിനൊരു സംഘടിത സ്വരൂപമോ അതിന് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലുള്ള ചിട്ടുവട്ടങ്ങളോ രജിസ്ട്രേഷനോ ഒന്നുമില്ല.
ഇത് പറഞ്ഞ് ഞാനല്ല, മോഹൻ ഭാഗവതാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് രജിസ്ട്രേഷൻ്റെ ആവശ്യമില്ല, ഞങ്ങൾ സമാന ചിന്താഗതിക്കാർ കൂടിയിരിക്കുന്നു, അതിനെന്തിനാ രജിസ്ട്രേഷൻ? നാട്ടിൻപുറത്ത് പിള്ളേർ കൂടിയിരിക്കില്ലേ വർത്താനം പറഞ്ഞ്? അതുപോലൊരു സംഘം എന്ന് അവർ തന്നെയാണ് പറഞ്ഞത്. ആയതുകൊണ്ട് തന്നെ വാസ്തവത്തിൽ ഈ RSS ഇപ്പോൾ ചെയ്യുന്നത് കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ചുടുചോറ് മാന്തിക്കും. കൈ പൊള്ളിക്കഴിഞ്ഞ് അവർ ആ കുരങ്ങ് അതിനകത്ത് കയറിയിട്ട് വല്ലവരും അടുക്കളയിൽ കയറിയിട്ട് ചുടുചോറ് മാന്തി കൈ പൊള്ളി കഴിഞ്ഞാൽ അത് കരയുമ്പോൾ ആൾക്കാർ വടിയായിട്ട് വരുമ്പോഴേക്കും ഇവരെ അവിടേക്ക് പറഞ്ഞയച്ച ആൾക്കാർ മുഴുവൻ നിങ്ങൾ തല്ലിക്കൊല്ലി എന്തെങ്കിലും ആയിക്കോഞ്ഞാൽ അവർ പഠിക്ക് പോകും. ഇതാണ് കുട്ടിക്കുരങ്ങനോട് ചുടുചോറ് മാന്തിക്കുക എന്നുള്ളത്. ഇത് തന്നെയാണ് നാത്തൂറാം ഗോസയോടും ചെയ്തത്. നാത്തൂറാം ഗോസെ ഗാന്ധിയെ വെടിവെച്ച് കൊല്ലുന്നതിന് മുമ്പ് അതുമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ മാധവ് സദാശിവ ഗോൾവാൾക്കറെ പോയി കണ്ടിട്ടുണ്ട്. നയനവേഴ്സ് രാമ എന്ന് പറഞ്ഞ പിക്ചറിൽ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് 9 മണിക്കൂർ രാമന് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് ഫിലിമാണ്, വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ പറയുന്നത് നിങ്ങൾ അയാളെ വെടിവെച്ച് കൊന്നു കഴിഞ്ഞാൽ അയാൾ പിന്നെ രാഷ്ട്രീയമായിട്ട് വലിയ ആളായിട്ട് മാറും. ആയതുകൊണ്ട് വാക്കുകളെ കൊണ്ട് വെടിവെക്കണം എന്നൊക്കെ ഉപദേശിച്ചതാണ്. ആയതുകൊണ്ട് തന്നെ നാത്തൂറാം ഗോസ അവിടേക്ക് പോകുന്നുണ്ടെന്നും ഇന്ന് വെടിവെപ്പ് നടക്കുമെന്നൊക്കെ അറിയാവുന്ന ആളാണ് ഈ പറയുന്ന RSSൻ്റെ മേധാവികൾ. അതൊക്കെ അവർ മറച്ചു വെച്ചു. ഇത് നാത്തൂറാം ഗോസെ അതെല്ലാം കഴിഞ്ഞ് ഗാന്ധിവധം കഴിഞ്ഞു. ഗാന്ധിവധം കഴിഞ്ഞിട്ട് ഗോസയ്ക്കെതിരെ പ്രതികരിക്കാതിരുന്നവരാണ് അവർ, പ്രതികരിച്ചിട്ടില്ല. പക്ഷെ അത് കഴിഞ്ഞ് പിന്നീട് നിരോധനം വന്നു, പ്രശ്നം രൂക്ഷമായി. RSS പറഞ്ഞ സംഘടന തേച്ചു മാച്ചു കളയപ്പെടും എന്നൊരു ധാരണ വന്നു നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ. അന്ന് നിരോധനം വന്നപ്പോഴാണ് അവർ പറഞ്ഞ് ഗോഡ്സെയുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന്. ഗോഡ്സെ ഞങ്ങൾ അറിയില്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കാൻ തുടങ്ങി. ആ നിഷേധം ഇപ്പോഴും ഗതികെട്ട് തുടരുകയാണ് അവർ. ഓരോ മറ്റേ ഇലക്ഷൻ വരുമ്പോഴും ഓരോ പ്രശ്നം ഉണ്ടാകുമ്പോഴും ആദ്യം എടുത്തിട്ട് വയ്ക്കുന്ന നിങ്ങൾ രാഷ്ട്രപതിയെ കൊന്ന ആൾക്കാരല്ലേ, രാഷ്ട്രപിതാവിനെ കൊന്ന ആൾക്കാരല്ലേ, ഗാന്ധിയെ കൊന്ന ആൾക്കാരല്ലേ. ഉടനെ തന്നെ ഇവരുടെ ആൾക്കാർ ഇപ്പോഴും ആ നിഷേധം തുടരും. ഞങ്ങൾ കൊന്നിട്ടില്ല, RSSുമായിട്ട് യാതൊരു ബന്ധമില്ല, അയാൾ വേറെ ആരോ ആണ് എന്നുള്ള രീതി. ഏതായാലും RSSൻ്റെ മേലെ അന്ന് പതിച്ച ആ കറ ഇനിയും മാച്ചു കളയാനായിട്ടില്ല എന്നുള്ളൊരു സത്യമാണ്. മാത്രമല്ല ആ സാധ്വി പ്രാച്ചിയെപ്പോലുള്ള പ്രേതസ്വരൂപികളൊക്കെ ഇന്നും ഗാന്ധിയുടെ പ്രതിമയുണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ചുവന്ന മഷിയുടെ ബലൂൺ തിരിയിട്ട് അതും വെടിവെച്ച് കൈയടിച്ച് രസിക്കുന്നവരല്ലേ? അവരെ അംഗീകരിക്കുന്നില്ലേ? അവരെ പിടിച്ച് ആരെങ്കിലും ജയിലിലിട്ടിട്ടുണ്ടോ? ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ഇന്ന് മഹാത്മജിയാണ്. ആ മഹാത്മജിയെ പ്രതീകാത്മകമായിട്ട് വെടിവെച്ച് രസിക്കുന്ന ആൾക്കാരെ ആരെങ്കിലും ഒരു FIR തയ്യാറാക്കിയിട്ടുണ്ടോ? അപ്പോൾ ഇവരൊക്കെ തന്നെ എൻ്റെ ആൾക്കാർ, ഇവരൊക്കെ തന്നെ. ഏതായാലും ഞങ്ങളുടെ ആളല്ല, ഞങ്ങളുമായിട്ടൊരു ബന്ധമില്ലെന്ന് തള്ളി പറയുന്ന സമയത്ത് ഒന്ന് ചോദിച്ചോട്ടെ, എങ്ങനെയാണ് നിങ്ങളുമായിട്ട് ബന്ധപ്പെടുക? RSS ഞങ്ങൾക്ക് RSSുമായിട്ട് യാതൊരു ബന്ധമില്ലാന്ന് അവർ പറഞ്ഞല്ലോ. RSSുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെടുക? അതൊരു ചോദ്യമുണ്ട്. രജിസ്ട്രേഷനില്ല, അംഗത്വ പരിപാടിയില്ല, അഡ്മിഷനില്ല. RSS എന്ന സംഘടന പോലും ഇന്ത്യയുടെ ഔദ്യോഗിക രേഖകളിലില്ല. ആയതുകൊണ്ട് തന്നെ പുറത്താക്കിയെന്ന് പറയുന്നതിന് അകത്താക്കിയെന്ന് പറയണ്ടേ? അതിന് പോലും അവർക്ക് കഴിയില്ല. അങ്ങനെ ഒരു സംഘടന ഇന്ത്യയുടെ ഔദ്യോഗിക രേഖകളിൽ RSS എന്ന സംഘടനയില്ല, ഔദ്യോഗിക രേഖകളില്ല, അത് രജിസ്ട്രേഷനും കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ മറ്റു പാർട്ടികളുടെ സ്ഥിതി അതല്ല. അവർക്ക് ഒരു സംഘടനയ്ക്കും ഒരാളെ പുറത്താക്കി എന്ന് അവർക്ക് പറയാൻ കഴിയുകയല്ല. അവരകത്താക്കിയിട്ടുണ്ട്. അവർക്ക് രേഖകളുണ്ട്. 1984 ഓഗസ്റ്റ് 14 ഉച്ചയ്ക്ക് 12 മണിക്ക് മിസ്റ്റർ സൽഗുണൻ കോൺഗ്രസിൻ്റെ മെമ്പറായി. കോൺഗ്രസിൻ്റെ കാരണം മെമ്പർഷിപ്പ് ഇപ്പോൾ എത്രയെന്ന് അറിയില്ല, 5 രൂപ 25 രൂപ. ആ മെമ്പർഷിപ്പ് എടുത്ത് അദ്ദേഹം ഇതിൽ അംഗമായി തീർന്നിരിക്കുന്നു. അതിൻ്റെ റെസീറ്റും കീറി കൊടുക്കും. അന്നും അയാൾ അംഗമാണ്. അങ്ങനെയുള്ള അംഗമായിട്ടുള്ള ആളെ പിന്നീട് എന്തെങ്കിലും കാരണങ്ങൾ വരുമ്പോൾ പുറത്താക്കാം, സസ്പെൻഡ് ചെയ്യാം, ഡിസ്മിസ് ചെയ്യാം, പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെ പുറത്താക്കാം. അത് ചെയ്യാം. അത് ഔദ്യോഗിക രേഖകളുള്ള കാര്യമാണ്. അതേ സമയത്ത് ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്ന് അവർക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ പുറത്താക്കിയോ എന്നൊരു സംശയമുണ്ട്. ഞാൻ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും വേറൊരാളെ പുറത്താക്കി കഴിഞ്ഞാൽ അവർക്ക് പറയാൻ പറ്റില്ല ഈ ആൾ ഏതൊരു കോൺഗ്രസിൻ്റെ ഒരു നേതാവ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് എന്തെങ്കിലും ബലാത്സംഗ കേസിലോ കള്ളനോട്ട് കേസിലോ കള്ളനോട്ട് നിർമ്മാണ കേസിലോ പെട്ട് കഴിഞ്ഞാൽ അവർക്ക് പറയാൻ പറ്റും ഇയാളായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധമില്ല. അങ്ങനെ പറഞ്ഞ് ഒഴിയാൻ കഴിയില്ല. രേഖകളുണ്ട്.
അയാൾ മാർക്സിസ്റ്റ് പാർട്ടി മെമ്പറാണ്, രേഖകളുണ്ട്. അല്ലെങ്കിൽ CPM മെമ്പറാണ്, അതല്ലെങ്കിൽ കോൺഗ്രസ് മെമ്പറായ രേഖകളുണ്ട്. ഇവിടെ അങ്ങനെ ഒരു പരിപാടിയുമില്ല. ആയതുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്നു, ആരെങ്കിലും എന്തെങ്കിലും പെണ്ണ് കേസിൽ പെട്ടാൽ, ആരെന്തെങ്കിലും കള്ളനോട്ടടി കേസിൽ പെട്ടാന്ന് പറയാം, അയാൾ ഇതാണ് ഇവരുടെ പരിപാടി. ഞങ്ങളുമായിട്ട് ബന്ധമില്ലെന്ന് പറയുക. ഒരു സ്പോർട്സ് ക്ലബിന് പോലും കേരളത്തിൽ അല്ല ഇന്ത്യയിൽ അവിടെ ഇതുണ്ട്, മറ്റെന്താ പറയുക, ഒരു രേഖയുണ്ട് അവിടെ, രജിസ്ട്രേഷൻ രേഖയുണ്ട് അവിടെ. അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഇതിപ്പോൾ പണ്ട് പറയാറുണ്ട് മനക്കില തമ്പുരാക്കന്മാർ, നായരുടെ വീട്ടിലെ സംബന്ധ ബാന്ധവം നടത്തുന്നവർ, കാര്യം നടത്താൻ വേണ്ടിയിട്ട് പെണ്ണ് വരുമ്പോൾ അച്ചിയാണ്. കാര്യം നടന്നു കഴിഞ്ഞാൽ നമ്മളുടെ പണ്ടൊരു നമ്പൂരി മരുന്നുണ്ട്, അതിൽ കുഞ്ഞിനി മാഷം മറ്റോ എഴുതിയിട്ടുള്ളത്, കടന്നു വരികയാണ് മറ്റേ മീനാക്ഷി കടന്നു വരികയാണ് നായർ പെണ്ണ്. അപ്പം രാത്രിയല്ലേ കടന്നു വരാൻ പറ്റുള്ളൂ. അപ്പോൾ രാത്രി കടന്നു വരുമ്പോൾ പറയും, മീനാക്ഷി സൂക്ഷിച്ചു വരൂ കേട്ടോ. അപ്പോൾ അവർ വരുമ്പോൾ അവിടെ ഒരു കിണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ആ കിണ്ടിമ കാല് തട്ടി. പറയോ, കല്യാണി കാല് തട്ടിയിട്ട് കാല് വേദനിച്ചോ, ഞാൻ ഒഴിഞ്ഞു തരാം, വരൂ എൻ്റെ ഒപ്പം കിടന്നോളൂ എന്നൊക്കെയും പറഞ്ഞു. കാര്യം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് ആ കിണ്ടിമേ മീനാക്ഷിക്കുട്ടിയുടെ കാല് ഒന്നും കൂടിയും തട്ടിയപ്പോൾ അയാൾ പറയാം, ഛേ നോക്കി പോണ്ടേ, ആശ്രയരം എന്നായി. ഇതല്ലേ ഇപ്പോൾ അവിടെ കാണിക്കുന്ന വാസ്തവത്തിൽ. കാര്യം നടത്താൻ വേണ്ടി അച്ചി വേണം, കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ എച്ചിയായി. അതല്ലേ അവർ കാണിക്കുന്നത്. TG മോഹൻദാസ് കറകളഞ്ഞ RSSകാരനാണ്. TG മോഹൻദാസ് ലക്ഷണമൊത്ത RSSകാരനാണ്. TG മോഹൻദാസിൻ്റെ അടി മുതൽ മുടി വരെ RSS ആണുള്ളത്. 100 വട്ടം അയാൾ ആവർത്തിച്ചിട്ടുണ്ട്, ഞാൻ RSS ആണ്, ഞാൻ RSS ആണ്, ഞാൻ RSS ആണ്. ആയതുകൊണ്ട് തന്നെ അയാളുടെ വായിൽ കൂടെ വന്ന, ഗുദദ്വാരത്തിൽ കൂടെ അല്ല, വായിൽ കൂടെ വന്ന വിസർജ്യം ഉണ്ടല്ലോ, ഭാരത സ്ത്രീകൾ മുഴുവൻ ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണെന്നും അഭിപ്രായം പറഞ്ഞ് കുട്ടികളെ വെടിവെച്ച് വീഴ്ത്തണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള അയാളുടെ ആ വായിൽ കൂടെയുള്ള വിസർജനം ഉണ്ടോ, അത് RSSൻ്റെ തന്നെയാണത്. അത് RSSൻ്റെ അഭിപ്രായം തന്നെയാണ്. പ്രശ്നം രൂക്ഷമായപ്പോൾ നാണക്കേടിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് അവരുടെ സ്ഥിരം പരിപാടി, അവരുടെ സ്ഥിരം തന്ത്രം പുറത്തേക്കെടുത്തു. TG മോഹൻദാസിനെ ഞങ്ങൾക്ക് അറിയില്ല എന്ന്. അതല്ലേ സത്യം.